കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ കേസിൽ എൻഐഎ ഇതുവരെ അറസ്റ്റ് ചെയ്തത് 6 പേരെ. റെയ്ഡിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതായും എൻഐഎ അറിയിച്ചു. സ്ഫോടക വസ്തു നിർമ്മാതാക്കൾ, ഡീലർമാർ എന്നിവരുടെ കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. നിയമവിരുദ്ധ കൈമാറ്റത്തിന്റെ ലക്ഷ്യമാണ് എൻഐഎ അന്വേഷിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, തുടർ റെയ്ഡുകളിൽ ആദ്യം ഈ ആയുധങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ നടത്തിയ തുടർ റെയ്ഡുകളിൽ പലയിടങ്ങളിൽ നിന്നായി ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഫെബ്രുവരിയിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് എൻഐഎ ഏപ്രിൽ ഏറ്റെടുക്കുകയായിരുന്നു. അതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു. അതായത് ഒരു ലോറി സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലം എന്നത് നിയമവിരുദ്ധമായാണ് കടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സമാനമായ ചില സ്ഫോടക വസ്തുക്കൾ പാറമടയിലേക്കും മറ്റും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത് നിയമവിരുദ്ധമായി കടത്തിയെന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെയും സൗത്ത് ഇന്ത്യയിലെയും വിവിധയിടങ്ങളിൽ റൂട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് ഒരു പ്രധാനപ്പെട്ട സംശയം. അതിന്റെ ഭാഗമായാണ് എൻഐഎ കേസ് ഏറ്റെടുക്കുകയും അത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തത്. അതായത് ആദ്യഘട്ടത്തിൽ ലോറിയിൽ നിന്ന് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ എന്നത് 448 ബോക്സുകളിലായി 89,600 ജെലാറ്റിൻ സ്റ്റിക്കുകളും 10,500 നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. മലപ്പുറം ചെമ്മാട് തലപ്പാറയിലെ ഫർഹാം ഹോളോ ബ്രിക്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ നിന്നാണ് പിടികൂടിയത്. ഇപ്പോൾ നിലവിൽ ഈ കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? എന്നതാണ് അന്വേഷണം. സജോ ദേവസ്യ വിവരങ്ങൾ നൽകിയത്.